അലിവൊടും നിന്നെ ശ്യാമേ ഞാൻ ആദിത്യാഗ്നി സമക്ഷത്തിൽ പാണീഗ്രഹണം ചെയ്തില്ലേ, പട്ടുടയാടയുമേകിയില്ലേ. എങ്കിലും ഒരു കുറിമുകരാനും സംഗതിയാകാതീ വണ്ണം ശൃംഖലയിട്ടതുപോലെ കിടപ്പു വൻകടൽ ഞാൻ നിന്നികടത്തിൽ. പണ്ടേ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ചവരാണ് ഈ കടലും കരയും. പക്ഷേ ഉപ്പുകടലൊന്ന് പുണർന്നാൽ കര നശിക്കുമെന്ന് ദേവന്മാർ ഭയന്നു. അങ്ങനെ സംഭവിക്കാതെ പോകട്ടെന്ന് അവർ ശപിച്ചു. കഷ്ടം. എന്നിട്ട് പ്രണയാവേശം കൊണ്ട് അസ്വസ്ഥനായി സദാ കിടന്ന് ഉരുളുന്ന കടൽ ഒരു വഴി കണ്ടെത്തി. അവൻ്റെ പ്രേമച്ചൂടിൽ ഉപ്പുവെള്ളം നീരാവിയായി പൊങ്ങി. അത് മേഘങ്ങളായി. പിന്നെ മഴയുടെ രൂപത്തിൽ കരയെ പ്രാപിച്ചു. ഭൂമി കുളിരണിഞ്ഞു. വന്നതുപോലെ ഇറങ്ങിപ്പോയി വൻകടൽ, ഊഴി ഉറങ്ങിപ്പോയി. കൊള്ളാം. നല്ല കവിത, നല്ല കൺസെപ്റ്റ്. ഏയ്, കുടിക്ക്. ശിവു, എനിക്കിത് നാളെ എഡിറ്ററെ ഏൽപ്പിക്കേണ്ടതാ. മാലി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈ കടല് പോലെ. നിനക്കിത് എന്തു പറ്റി? ഉപ്പുകാറ്റ് തലയ്ക്ക് പിടിച്ചോ? മേലിൽ ഇത്തരം കിളിന്ത് ഡയലോഗ് ഛർദ്ദിക്കരുത്. ഛേ, വേറെ ക്ലീശേ. ഇനി ഇത് ആവർത്തിച്ച നിന്നെ ഞാൻ വെറുത്തു പോവും. മാലി, ഒത്തിരി പറയാനുണ്ടല്ലേ? പറയാലോ, പക്ഷെ ഇന്ന് വേണ്ട, നാളെ. വളരെ റൊമാൻറ്റിക് ആയ സംസാരത്തിന് കടൽ ഒരു പഴഞ്ചൻ പശ്ചാത്തലല്ലേ? മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് പറയാം. മാലി, നീ ഒന്ന് സീരിയസ് ആവണം. ഐ ആം വെരി സീരിയസ്. നേതാവിന്റെ ഇന്റർവ്യൂ വീക്കെൻഡ് മാഗസിനിൽ അടിച്ചു വരേണ്ടതാ. അത് വായിച്ച് ജനം കോരി തരിക്കേണ്ടതാ. ആ, ഇനി ബാക്കി ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് എഴുതിക്കോളാം. നീ ഒരു കാര്യം ചെയ്, എന്നെ ഒന്ന് പ്രൊഫസർ ജയദേവന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്. ആരാ? ആ, ജേർണലിസ്റ്റോ? വെൽക്കം. അല്ല, നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിലൊന്നും പോയില്ലേ? അതിന് ശ്രീമതി പോയിട്ടുണ്ടല്ലോ. ഓ, എന്തായാലും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമ്മൾ തമ്മിൽ എന്തിനാടോ ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ? സാറിന് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ ഒരു മകളില്ല.
എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരച്ഛനും ഇല്ല. ഈ ഫോർമാലിറ്റി കൊണ്ട് രണ്ടുപേർക്കും ഒരല്പ സന്തോഷം കിട്ടുമെങ്കിൽ അത് നമ്മൾ വേണ്ടാന്ന് വെക്കണോ? ശരി, സന്തോഷം. ഇരിക്ക. താൻ എങ്ങനെയാ വന്നേ? ചക്കാത്തിനൊരു ലിഫ്റ്റ് കിട്ടി. ബൈക്കിലേ ആ ശിവമോഹൻ ഡ്രോപ്പ് ചെയ്തു. ആ, സാറിന്റെ ഹെൽത്ത് ഒക്കെ അങ്ങനെ പോണു. സുഖവും അസുഖവും ഒക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ചല്ലേ? അങ്ങനെയും പറയാം. താൻ വീട്ടിൽ പോകാറില്ലേ? കൃത്യം 2 ആഴ്ച കൂടുമ്പോ. ഇല്ലെങ്കിലേ എന്റെ മാതാവ് നിരാഹാരം തുടങ്ങും. മോള് വരുന്നതും കാത്ത് 14 ദിവസം ഒറ്റയ്ക്ക് നോമ്പ് നോക്കുന്ന ഒരമ്മ. അവരുടെ ദിവസത്തിന് 48 മണിക്കൂർ ദൈർഘ്യമുണ്ട്. എന്തുകൊണ്ട് തനിക്ക് അമ്മയുടെ അടുത്ത് പോയി താമസിച്ചൂടാ? ഞാൻ നഴ്സറി മുതല് ബോർഡിങ്ങിലായിരുന്നില്ലേ സാറേ? അമ്മയുടെ ശരീരത്തിന്റെ ചൂട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഈ വൈകിയ വേളയിൽ എന്തിനാ ഒരു ചേഞ്ച്? സ്റ്റാറ്റസ്കോ തുടരട്ടെ. ചോദിക്കുന്നത് ശരിയാണോന്നറിഞ്ഞൂടാ. തനിക്ക് എപ്പോഴെങ്കിലും തന്റെ അച്ഛനെ ഒന്ന് കാണണം എന്ന് തോന്നിയിട്ടില്ലേ? എന്തിനാ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. 10-25 കൊല്ലമായിട്ട് ആ വലിയ തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വിധിക്കപ്പെട്ട എന്റെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ ശരിക്കും ആ മനുഷ്യനോട് എനിക്ക് വെറുപ്പാ. ആഹാ, നീയായിരുന്നോ? ഞാൻ കരുതി മാലു ആയിരിക്കുന്നു. അവള് വരേണ്ട ദിവസാ. അവളെ വിളിച്ചു കൂടെ താമസിപ്പിച്ചൂടെ? ഈ വലിയ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഇവനില്ലേ കൂട്ടിന്, മിടുമിടുക്കൻ. പണിക്കാരി വന്നില്ലേ? അകത്തുണ്ട്. മണി 5 അടിച്ചാ ഡ്യൂട്ടി കഴിഞ്ഞു പോവും. അവളുടെ വരവും പോക്കും കണ്ട ഞാൻ സമയം അറിയണത്. സന്ധ്യയായ പിന്നെ കുഞ്ചുപിള്ള വരും നൈറ്റ് ഡ്യൂട്ടിക്ക്. വയസ്സ് 70 കഴിഞ്ഞെങ്കിലും ആള് സ്മാർട്ടാ. ഊമയാണെന്നേ ഉള്ളൂ. എന്തൊരു ചൂടാണ് എന്റെ അമ്മോ! സഹിക്കാൻ പറ്റുന്നില്ല. മാലിനി ഇന്ന് വരും. മാസത്തിൽ 2 തവണ വന്ന് 2 നാൾ നിന്നിട്ട് പോവും. പണിത്തിരക്കാണ് പോലും. എന്നാലും അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ടിങ്ങനെ. ഈ ഏകാന്തവാസം തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? വല്ലതൊന്നും മിണ്ടണമെന്ന് തോന്നുമ്പോ അവനോട് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും. മാലിനി എന്നും ഇങ്ങനെ കഴിയാനാണോ ഭാവം? കല്യാണക്കാര്യം പറയുമ്പോ അവള് പൊട്ടിച്ചിരിക്കും, അത്ര തന്നെ. സുലുവിനറിയാലോ അവളുടെ സ്വഭാവം. തനിക്ക് തോന്നുന്നതേ ചെയ്യൂ. കല്യാണക്കാരി അവൾ ഇങ്ങോട്ട് പറയൂ അത്രേ സമയമാകുമ്പോ. പഴയ മട്ടും മാതിരിയും ഒന്നും വേണ്ടെന്നാ വാശി. ഇത് തമാശയല്ല. നമ്മൾ ഇങ്ങനെ കഴിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ ഡയറി എഴുതാറില്ല. ശിവു പറ കേൾക്കട്ടെ. 3 കൊല്ലം കഴിഞ്ഞു. ഓഹോ, മോശമല്ലാത്ത പിരീഡ്. പിരിയേണ്ട കാലം എത്തിയോ? ഞാൻ റെഡി. നീ ഇങ്ങനെ സംസാരിക്കൂ പ്ലീസ്. ഇത് തമാശയല്ല. നമുക്ക് ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ ജീവിച്ചൂടെ? നാം ഒരുമിച്ച് പല സ്ഥലത്തും താമസിച്ചിട്ടില്ലേ? ബാംഗ്ലൂരില്, ദില്ലിയില്. അതൊക്കെ വല്ല സെമിനാറിനും സമ്മേളനത്തിന് പോയപ്പോഴല്ലേ? ഒരു ഗ്രൂപ്പിന്റെ കൂടെ വെറും സുഹൃത്തുക്കളായി. അപ്പോ ഇനി ശത്രുക്കളായി കുറെ നാൾ അല്ലേ? പെണങ്ങാതെടാ. എന്റെ അമ്മ സ്വൈര്യം തരുന്നില്ല. എന്നെ കെട്ടിച്ച് അടങ്ങുന്നു. മറ്റൊരു പെൺകുട്ടിയെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇത്രയുള്ളോ? എങ്കിൽ PA മാലിനി എന്ന ഈ സുന്ദരിയെ കുറിച്ച് 24 മണിക്കൂറും ചിന്തിച്ചോളൂ. അതിനെന്താ തടസ്സം? ഓ, നമുക്ക് വിവാഹിതരായിക്കൂടെ? നൈസ് ഐഡിയ. ആട്ടെ, ശിവുന് എന്നെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. എന്നെ പറ്റി നിനക്ക് എന്തറിയാം? എല്ലാം എന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, അറിയില്ല. എന്റെ അമ്മ, അച്ഛൻ, കുടുംബം ഇതൊക്കെ അറിയണ്ടേ? എന്തിന്? നാം കണ്ടു, ഇഷ്ടപ്പെട്ടു, അടുത്തു, അത്രയും മതി. പോരാ, കുറെ കഴിഞ്ഞ് നീ പലതും അറിയും. അന്ന് വിഷമം തോന്നിയാലോ? തോന്നില്ല. തോന്നും. അതുകൊണ്ട് അഡ്വാൻസ് ആയി പറഞ്ഞേക്കാം. എന്റെ അമ്മ മറ്റൊരു ജാതിയിലെ പുരുഷനെ സ്നേഹിച്ചു. സ്നേഹം കടുത്തപ്പോ ഗർഭിണിയായി. ആ വിവരം അറിഞ്ഞ ദിവസം
ആ ധീര കാമുകൻ സ്ഥലം വിട്ടു. എങ്കിലും അമ്മ എന്നെ പെറ്റു, വളർത്തി. എല്ലാവരാലും പരിത്യക്തയായി, എല്ലാം സഹിച്ചോണ്ട്. എനിക്ക് ബന്ധങ്ങളിലൊന്നും തരിമ്പും വിശ്വാസമില്ല ശിവു. അമ്മ, അച്ഛൻ, മകൾ, എല്ലാം അർത്ഥശൂന്യമായ പടപ്പുകൾ. നിനക്ക് ഇപ്പോഴും എന്നിൽ താല്പര്യം തോന്നുന്നുണ്ടോ? എനിക്ക് താല്പര്യം നിന്നോടാണ്, നിന്റെ പാസ്റ്റിനോടല്ല. ഭൂതകാലം ചികഞ്ഞു നടക്കുന്നത് ഒരുതരം ഒബ്സഷനാണ്. ശരി, ഒരു വർത്തമാനകാല പ്രശ്നമുണ്ടല്ലോ. എന്താ അത്? ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് അല്ലേ ഞാൻ. സ്ഥിര വരുമാനം ഇല്ല. തുടക്കക്കാരനായ ഒരു വക്കീലിന്റെ വരുമ്പടിയും എനിക്കറിയാം. അസ്ഥിരമായ വരുമാനമുള്ള രണ്ടുപേർ കൂടിച്ചേരുന്ന ജീവിതത്തിന് എങ്ങനെ സ്ഥിര സ്വഭാവം ഉണ്ടാവും? പട്ടിണി എങ്കിൽ പട്ടിണി, അതൊന്നും വലിയ കാര്യമല്ല. പ്രേമം കൊണ്ടേ വയറ് നിറയില്ല. ബി ഓപ്റ്റിമിസ്റ്റിക്. ഓക്കെ, നിനക്ക് അത്ര ആത്മവിശ്വാസമാണെങ്കിൽ ഒന്നിച്ചളയാം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താന്ന് പറ. ആദ്യം ഒരു വാടക വീട് കണ്ടുപിടിക്കണം, ഒരു ഷെൽട്ടർ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഏറ്റു. പിന്നെ ബാക്കി കണ്ടീഷൻസ് നാളെ പറയാം. യോ, എനിക്ക് CM-ന്റെ ഒരു പ്രോഗ്രാം കവർ ചെയ്യണം. 10 മിനിറ്റേ ഉള്ളൂ. പ്ലീസ് ഒന്ന് ഡ്രോപ്പ് ചെയ്ടാ. വാ. ആ വീടെങ്ങനെ? തരക്കേടില്ല, നല്ല പരിസരം. ആ പിന്നെ ജസ്റ്റിൻ, അഡ്വാൻസ് ഒട്ടും കുറയില്ലേ? തനിക്ക് അച്ചായന് മനസ്സിലായിട്ടില്ല. സോഷ്യലിസമൊക്കെ പ്രസംഗിക്കും, പക്ഷെ പണത്തിന്റെ കാര്യത്തിൽ സ്വന്തം മോനായാലും നോ കോംപ്രമൈസ്. വാടക വീട് നല്ല ഡിമാൻഡല്ലേ ഇവിടെ? ശരി ശരി, നാളെ തന്നെ താക്കോല് വാങ്ങാലോ. ആ പിന്നെ ആ ഫാമിലിക്ക് വീട് കൊടുക്കുമെന്ന് നിർബന്ധക്കാരന അച്ചായൻ. എന്നെ ഒത്തിരി ക്രോസ് ചെയ്തു. താൻ ഒറ്റയ്ക്ക് കയറി താമസികളായിരുന്നു. ഏയ് ഇല്ല ഇല്ല, ആദ്യം മാലിനി തന്നെ വലതുകാലം വെച്ച് കയറും. ബാ. ലൈറ്റ്നിങ് സ്പീഡിലാണല്ലോ നീ വീട് കണ്ടുപിടിച്ചത്. ഇത്ര എളുപ്പമാണോ വാടക വീട് കിട്ടാൻ? എളുപ്പോ? അത് വീട് അന്വേഷിക്കുന്ന ആളുടെ അർജൻസി ആശ്രയിച്ചിരിക്കും. നിനക്കെന്താ ഇത്ര വലിയ അർജൻസി? എത്ര കഷ്ടപ്പെട്ടിട്ടാ നീ ഒന്ന് സമ്മതം മൂളിയത്. ഇനി കാര്യങ്ങളൊക്കെ ചടപടയെ നടക്കും. അല്ല, എങ്ങനെയുണ്ട് താവളം? നോട്ട് ബാഡ്. അപ്പൊ ഇനി ലോഡ്ജിൽ നിന്ന് ശിവു ഇങ്ങോട്ട് മാറുന്നു. ബെഡ്ഷീറ്റ് എടുത്ത് ഹോസ്റ്റലിൽ നിന്ന് ഞാനും എത്തുന്നു. അങ്ങനെ ദമ്പതികളായി മധുര മനോജ്ഞ ജീവിതം തുടങ്ങുന്നു. അത് എന്താ ഒരു സന്ദേഹം? കല്യാണ പന്തൽ, അമ്പലം, കെട്ടുതാലി, രജിസ്റ്റർ കച്ചേരി, മുദ്രമോതിരം, അത്തരം പളുങ്കൂസ് പരിപാടികളൊന്നും പാടില്ല. പിന്നെ അഗ്നിസാക്ഷിയായ ഒരു നിലവിളക്ക് പോലും പാടില്ല. അച്ഛനോടും അമ്മയോടും എങ്കിലും. എനിക്കും ഇല്ലേ ഒരു അമ്മ. കാലം വേണ്ടപ്പെട്ടവരെയൊക്കെ വിവരം അറിയിക്കും, അത് മതി. എന്നാലും എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റ്സിനും എതിരാണെന്ന് പ്രസംഗിച്ചാ പോരാ, ജീവിതം കൊണ്ട് തെളിയിക്കണം. ശരി, നാളെ വൈകിട്ട് 5 മണിക്ക് ഞാനിവിടെ കുടിയേറും. 5:10 ഞാനും. ഓക്കെ, എങ്കിൽ നമുക്ക് ഇറങ്ങാം. വാ. ശിവു, ഒന്നുകൂടി പറയാനുണ്ട്. നാം തമ്മിൽ രേഖയുള്ള ഒരു ബന്ധവുമില്ല. പരസ്പര വിശ്വാസത്തിന്റെ കെട്ട് മാത്രം. അതെപ്പോ ദുർബലമാകുന്നുവോ അപ്പോ പരാതികളില്ലാതെ നമ്മൾ പിരിയും. ഞാനൊന്ന് ചിനുങ്ങുക പോലുമില്ല. ഒരു നാൾ ശിവ മറ്റൊരു പെണ്ണിന്റെ കൈയും പിടിച്ച് എന്റെ മുന്നിൽ വന്ന ഞാൻ നിങ്ങൾക്ക് മംഗളം നേരും, നിറഞ്ഞ മനസ്സോടെ. അത്രേ ഉള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തെ? എല്ലാം സമ്മതാണോ? പ്രോമിസ്? പ്രോമിസ്.
ശിവു ഉം. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. ആഹാ, ആവിപാറും ചൂട് കാപ്പിയുമായി നീയാണൻ മുന്നിൽ ഉഷസായി ഉദിപ്പവൾ. കാലത്തെ കവിത വരുന്നുണ്ടോ? ഫൈൻ, ഒന്നാന്തരായിട്ടുണ്ട്. അപ്പോ ഈ വിദ്യ അറിയാല്ലേ? മതി മതി, ഇത്ര പെട്ടെന്ന് ജഡ്ജ്മെന്റ് ഒന്നും വേണ്ട. കാപ്പി മാത്രല്ലേ കുടിച്ചുള്ളൂ. നിന്റെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. ഉം. മോനെ ശിവമോഹന, എണീറ്റ് പ്രഭാത പരിപാടികളൊക്കെ നടത്ത്. എന്നിട്ട് കോടതി പോകുന്ന വഴിക്ക് എന്നെ ആ ജഗദീഷ് വർമ്മയുടെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം. അതാരാ? സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരനാ. അയാളൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. വേഗം റെഡിയാവ്. സന്തോഷം. താങ്ക് യു. ഓക്കെ. നമസ്കാരം സർ. ആരാ? ഞാൻ മാലിനി. ഓ, ഇന്നലെ എഡിറ്റർ വിളിച്ചു പറഞ്ഞിരുന്നു ഇന്റർവ്യൂ അല്ലേ? അതെ. ആ. സാറിന് അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയതിൽ എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. വയസ്സായാല് ഇങ്ങനെ ചിലതൊക്കെ സംഭവിക്കും. ആയുസ് നീളുന്നതിന്റെ ബോണസ്. കുട്ടിയിരിക്കൂ. ആട്ടെ, മാലിനിയുടെ നാട്? മാവേലിക്കരയാ. മാവേലിക്കരയോ? വീട്ടുപേര്? പുതുശ്ശേരിയിൽ. പുതുശ്ശേരിയിൽ. സാർ അറിയോ? അറിയോന്ന് ചോദിച്ചാ ഒരു പഴയ ഓർമ്മയാ. അത്ര സുഖമുള്ള കാര്യമല്ല. എങ്കിലും പറയാൻ വിഷമമില്ലെങ്കിൽ. ഏയ്, ഒന്നുമില്ല. വളരെ പഴയ കാര്യമല്ലേ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ചാർച്ചക്കാരനാണെന്ന് പറയാം, ഒരു ഉപേന്ദ്രവർമ്മ. അയാൾക്ക് പുതുശ്ശേരിയിൽ ഒരു സ്ത്രീയുമായി, എന്താ അവളുടെ പേര്? ചന്ദ്രിക? അല്ലല്ല, അംബിക. അംബിക എന്നാ അവളുടെ പേര്. അവര് തമ്മിൽ കടുത്ത പ്രണയമായിരുന്നു. ഉപേന്ദ്രൻ ഒരു വല്ലാത്ത ടൈപ്പാണേ. ആ പാവം ഗർഭിണിയായപ്പോ അയാൾ സ്ഥലം വിട്ടു, ബീഹാറിലേക്ക്. ആ സ്ത്രീ നന്നേ കഷ്ടപ്പെട്ടെന്നാ കേട്ടിരിക്കണേ. എന്നിട്ട് അയാൾ നാട്ടിലേക്ക് മടങ്ങി വന്നില്ലേ? ഉവ്വ, പകയെ 4 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നു. സർക്കാർ സർവീസിൽ കയറിപ്പറ്റി. ഇപ്പൊ കൊച്ചിയിൽ ഒരു ഡെപ്യൂട്ടി തഹസിൽദാരാ. പഴയ തരികിടെ ഒക്കെ വിട്ടു. കുടുംബമുണ്ട്, 3 പിള്ളേരുമായി. അല്ല, കുട്ടിക്ക് ആ സ്ത്രീയെ അറിയോ? അന്വേഷിക്കണം. ഒരു വലിയ കുടുംബമല്ലേ പുതുശ്ശേരിയിൽ. ഇപ്പോ ഒരു 300 മെമ്പേഴ്സെങ്കിലും കാണും. സർ, അദ്ദേഹത്തിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഉപേന്ദ്രവർമ്മ. എന്തു വേണം? മാന്യദേഹത്തെ ഒന്ന് കാണാൻ വന്നതാ. ഒരു വട്ടം തൃക്കൺ പാത്തിട്ട് പോവാൻ. കുട്ടി ഏതാ? എന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്ക്. എന്താ, ഒന്നും തോന്നുന്നില്ലേ? ഇല്ലല്ലോ. എങ്കിൽ എഴുന്നേക്ക്. ആ വാഷ് ബേസിലെ കണ്ണാടിയിൽ സ്വന്തം മുഖം ഒന്ന് നോക്ക്. എന്നിട്ട് സ്പെക്സ് തുടച്ച് എന്റെ മുഖം നോക്ക്. അപ്പൊ പിടിയിട്ടു. എന്താ കുഞ്ഞേ കാലത്തെ? തലയ്ക്ക് നല്ല സുഖമില്ലേ? താൻ പോടോ. മാവേലിക്കരയിൽ പുതുശ്ശേരിയിൽ എന്നൊരു കുടുംബമുണ്ട്, കേട്ടിട്ടുണ്ടോ? അവിടെ അംബിക എന്നൊരു സ്ത്രീയുണ്ട്, പരിചയമുണ്ടോ? ആ പാവ സ്ത്രീയെ പ്രേമിച്ച് ഗർഭിണിയാക്കിയിട്ട് മുങ്ങിയ വീരനല്ലേ ഉപേന്ദ്രവർമ്മ തിരുമനസ്. പിന്നെ ആ വഴി പോയിട്ടുണ്ടോ? വഴി മറന്നുപോയില്ലേ? വർമ്മയാണല്ലോ, റോയൽ ബ്ലഡ്, നീലച്ചോര. രാജഭരണം അവസാനിച്ച് നന്നായി. അല്ലെങ്കിൽ നാടാകെ എന്നെ പോലുള്ള സന്തതികൾ പെരുകിയേനെ. തൊന്തയെ തേടി നടക്കുന്ന പൈതങ്ങൾ. അംബിക ജീവിച്ചിരിപ്പുണ്ട്. അവരാ കുഞ്ഞിനെ മുലപ്പാലം കണ്ണീര് നൽകി വളർത്തി. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഹേയ്, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എന്നെ ഉണ്ടാക്കിയ ആളിനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. ഒന്ന് അഭിനന്ദിക്കാൻ. ഓഹോ, തേടിപ്പിടിച്ചെത്തിയതാണല്ലേ അവകാശം സ്ഥാപിക്കാൻ.
അവകാശം. നെറികെട്ടവന്റെ അവകാശിയാവേണ്ട ഗതികേടൊന്നും ഈ മാലിനിക്കില്ല. ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. കാണരുത്. ആ ഇതെന്താ കെട്ടും പാട്ടൊക്കെ ആയിട്ട് പതിവില്ലാതെ? ഒക്കെ തീറ്റി സാധനങ്ങളാ. ഓ, അപ്പൊ ഹോസ്റ്റലിൽ പട്ടിണിയാണോ? ഞാൻ ഹോസ്റ്റൽ വാസം മതിയാക്കി. ആഹാ, ദാ വരുന്നു, തായിരിക്കും. ഉം. ആ, ഇരിക്കടോ. ഒരു മാസമായി സാറിനെ വന്ന് കാണണമെന്ന് വിചാരിക്കുക, തരപ്പെട്ടില്ല. ഞങ്ങളെ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസമായി. ഞാന് ശിവമോഹനും. ശിവമോഹനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ? അഡ്വക്കേറ്റ്. ശിവൻ ഒരു വാടക വീടെടുത്തു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അങ്ങോട്ട് മാറി. അത്രേ ഉള്ളൂ. വിവാഹം ഇത്രയും കൊണ്ട് വിവാഹം ആവുമെങ്കിൽ അത് തന്നെ. കെട്ടുതാലി, സീമന്ത കുങ്കുമം തുടങ്ങിയ പ്രദർശന വസ്തുക്കളൊന്നുമില്ല. സബ് രജിസ്ട്രാറെ പോലും കണ്ടില്ല. യാതൊരു ഉടമ്പടികളും ഇല്ലാത്ത ബന്ധം. ഒന്നിച്ചങ്ങ് ജീവിച്ചു തുടങ്ങി. സാക്ഷികളും ഇല്ല. അമ്മയെ അറിയിച്ചോ? ഇല്ല, സാവകാശം അറിയട്ടെ. മൂന്നാമതൊരാളിനോട് പറയുന്നത് ഇതാദ്യ. അതെ, ഗുരുപത്നി അകത്തില്ലേ? ഞാനൊന്ന് കണ്ടിട്ട് വരാം. ശരി. നെക്സ്റ്റ്. പി എ മാലിനി. ഗാർഡിയൻ വന്നിട്ടില്ല സർ. രക്ഷകർത്താവ് വരണമെന്ന ഇന്റർവ്യൂ കാർഡിലില്ലേ? സർ, എനിക്ക് വയസ്സ് 20 കഴിഞ്ഞു. വോട്ടവകാശമുള്ള ഒരു സിറ്റിസനാണ് ഞാൻ. എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് റെസ്പോൺസിബിൾ. ബട്ട് സ്റ്റിൽ യു ആർ എ സ്റ്റുഡന്റ്. യെസ് സർ. പക്ഷെ പഠനവും രക്ഷകർത്താവും തമ്മിൽ എന്ത് ബന്ധം സർ? യു വെയിറ്റ് എ ബിറ്റ്. യെസ് സർ. ഷീ സീംസ് ടു ബി വെരി ക്ലെവർ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. അതെ സർ, എനിക്കും അങ്ങനെ തന്നെ തോന്നി. ഞാൻ ഇറങ്ങട്ടെ. ആ, ശിവു എത്തിക്കാണും. ഓ, വക്കീലിനെ ഒന്ന് കാണാൻ മോഹമുണ്ട്. അതിനെന്താ, ഉടനെ ഹാജരാക്കാം. വല്ലാത്തൊരു പ്രകൃതം തന്നെ. ഓരോ മനുഷ്യജീവി, ഓരോ ജനസല്ലേ, ഓരോ തവണയും ഒരു ഇടിമിന്നലായിട്ടാണ് അവൾ കയറി വരുന്നത്. പഴയ മനസ്സുമായി ജീവിക്കുന്ന നമ്മളെ ഞെട്ടിക്കാൻ. ഇപ്പോഴത്തെ ഈ അമ്പരപ്പിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുമ്പോഴേക്കും അടുത്ത ഷോക്കുമായിട്ട് അവൾ വരും. നമുക്കൊരു പെൺകുട്ടിയില്ലാത്തതേ ഒരു കണക്കിന് ഭാഗ്യ. ഒരു പെൺകുട്ടി ഇല്ലാതെ പോയല്ലോ എന്ന സങ്കടം എനിക്കില്ലാതാവുന്നത് ഈ മിടുക്കിയെ കാണുമ്പോഴാ. എന്താ കുഞ്ഞെ, സമയം എത്രയായി? പാതിരാത്രിയൊന്നും ആയില്ലല്ലോ. കാര്യമൊന്നും വേണ്ട അമ്പിയെക്കുട്ടിക്ക് ടെൻഷൻ അടിക്കാൻ. വാ. അഞ്ചു മണി കഴിഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും നീ ഇത്ര താമസിച്ചിട്ടില്ലല്ലോ. പോരാനിറങ്ങുമ്പോ ന്യൂസ് എഡിറ്റർ അത്യാവശ്യമായിട്ട് വിളിച്ചു. ഹോ, ഈ പഴഞ്ചൻ ഗാസറ്റൊക്കെ ഒന്ന് മാറ്റാറായില്ലേ അമ്മേ? ആ, ഒരു നായയും
ഈ കാസറ്റുകളാണല്ലോ അമ്മയുടെ ആശ്രയം. ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇനി വരുമ്പോ ഞാൻ 1 ഡസൻ കാസറ്റ് കൊണ്ടുവരും. അതും പുതിയ ട്യൂണിലുള്ള ഭക്തിഗാനങ്ങൾ. ഏയ്, എന്താ വെറുതെ മിഴിച്ചു നോക്കണേ? മാലി, നിനക്കെന്തോ ഒരു മാറ്റമുണ്ട്. എനിക്കോ? ഉം. ഗുഡ്. ഇത്രയും നാളും നിനക്കൊരു മാറ്റം ഇല്ലല്ലോ എന്നായിരുന്നു സങ്കടം. ഇപ്പൊ നേരെ തിരിച്ചായി. സുലു ഇന്നാളിവിടെ വന്നപ്പോ നിന്റെ കാര്യം പറഞ്ഞു. ഒരു കല്യാണാലോചന. ആ, അതെന്തായാലും നന്നായി. സുലു ആന്റിക്കെങ്കിലും അത് തോന്നിയല്ലോ. ആദ്യം ആന്റിയുടെ മോളുടെ കല്യാണം നടക്കട്ടെ. അവളല്ലേ മൂത്തത്. അമ്മേ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശക്കുന്നു. ആ, നീ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ എടുത്തു വയ്ക്കാം. മതി മതി അമ്മേ. പോരാ. ശ്ശോ. സമയത്തിന് ഭക്ഷണം കഴിക്കാതെ കോലം കേട്ടു പെണ്ണ്. ഓ പിന്നെ. വയറ് നിറച്ച് കഴിക്ക്. ഓ. പതുക്കെ. അയ്യേ, എന്താ ഇത്? മുഴുവൻ ജടകെട്ടിയിരിക്കുക. എണ്ണതീപ്പം കുളിയൊന്നും ഇല്ലേ? എണ്ണതേപ്പില്ല, കുളിയുണ്ട്. കണ്ണി കണ്ട ഷാമ്പു ഒക്കെ ആയിരിക്കും തലയെ തേക്കുന്നത് അല്ലേ? അമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാ മുഖോര? ആ വർമ്മയെ കുറിച്ച് അമ്മ പിന്നൊന്നും കേട്ടിട്ടില്ലല്ലേ? ഏത് വർമ്മ? എന്റെ തന്തപ്പടി. എന്തിനാ നീ ഇപ്പോ 25 വർഷം പഴക്കമുള്ള പ്രേതങ്ങളെയൊക്കെ ചെകഞ്ഞെടുക്കുന്നത്? ആ ഓർമ്മകളോട് പോലും എനിക്ക് വെറുപ്പാ. സോറി അമ്മേ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഫർഗെറ്റ് ഇറ്റ്. അമ്മേ, ഞാനൊന്നും ചോദിച്ചില്ല. മോനെ, നീ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കണം. ഞങ്ങൾക്കും ഇല്ലേ നിന്നെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ. ആലോചിക്കാമേ, സമയാവട്ടെ. ഇനി എപ്പോഴാ സമയാവുന്നത്? പഠിത്തം കഴിഞ്ഞു, ജോലിയും ആയി. ഈ വക്കീൽ പണിയെന്ന് പറഞ്ഞ പ്രാക്ടീസ് തുടങ്ങിയ ഉടനെ തന്നെ വലിയ വരുമാനമൊന്നും കിട്ടില്ല. നീ പ്രാക്ടീസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? സ്വന്തമായൊരു നിലനിൽപ്പുണ്ടാകാൻ കുറച്ച് സമയം എടുക്കില്ലേ? എന്താ ഇപ്പൊ ഇത്ര ധൃതി? ഞാൻ പറയാം. അമ്മ പോയി കിടന്നോ? അച്ഛൻ കിടന്നോ? ആ. ഞാനും ഉറങ്ങാൻ നോക്കട്ടെ. രാവിലെ പോവാനുള്ളതാ. ആ.
എത്ര നേരമായിരുന്നു ഈ തപസ് തുടങ്ങിയിട്ട്? ഇന്ന് കേസൊന്നും ഇല്ലേ? നഗരത്തിലെപ്പോ അവതരിച്ചു? 9:30. 2 ദിവസം കഴിഞ്ഞ് പോയാ മതിന്ന് അംബികാദേവിക്ക് നിർബന്ധം. കണവൻ കാത്തിരിപ്പുണ്ടെന്ന് പറയാൻ പറ്റുമോ? വല്ല വിധേനയും തലയൂരി. ശിവ നേരത്തെ വന്നോ? ഹോ, ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടിയ പാട്. അമ്മയ്ക്ക് ഞാൻ കൈയോടെ കല്യാണം കഴിക്കണം പോലും. കണ്ണട മുമ്പ് കൊച്ചുമോനെ കാണണമെന്നൊരു മോഹം. അത് നല്ലതല്ലേ? എന്റെ അമ്മയും കല്യാണ ചിന്തയിൽ തന്നെ. സുലു ആന്റിയാണെങ്കിൽ സ്വൈര്യം കൊടുക്കുന്നില്ല. നമുക്ക് യഥാർത്ഥ സ്ഥിതി അറിയിച്ചാലോ? നമ്മൾ അറിയിക്കണ്ട, അവരറിഞ്ഞോളും. അതെങ്ങനെ? എന്റെ പൊട്ടച്ചാരേ, ഇതൊന്നും വളരെ കാലം മാലോകരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയില്ല. എന്താ മലി? ഏയ്, ഒന്നുമില്ല. ഒരു വോമിറ്റിംഗ് സെൻസേഷൻ. ഇന്നലെ അമ്മയുടെ വീട്ടിൽ നിന്ന് കാര്യമായ എന്തോ വയറ്റിലാക്കി കാണും. അതെ അതെ, പക്ഷേ ഇന്നലെ അല്ല. പിന്നെ എപ്പോഴോ സംഭവിച്ചു. യു മീൻ? നീ കഴിഞ്ഞ മാസം വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിനക്കെന്തോ മാറ്റം ഉണ്ടെന്ന്. ഒരമ്മയുടെ കണ്ണ് മറയ്ക്കാൻ കഴിയില്ല ഊട്ടി. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രല്ലേ ഉള്ളൂ. നിനക്ക് വേണ്ടിയല്ലേ മോളെ ഈ അമ്മ ജീവിച്ചിരിക്കുന്നത് തന്നെ. എന്നിട്ടും ഇത്രയും നാൾ എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു പിടിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഈ പെണ്ണ് ഇങ്ങനെ പോകുന്ന അമ്മ പണ്ടേ കണക്കുകൂട്ടിയിരുന്നില്ലേ? ആട്ടെ, ശിവനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. വിളിച്ചോണ്ടുവരാം. അമ്മയ്ക്ക് വളരെ വളരെ ഇഷ്ടാവും. അവന്റെ അമ്മയും അച്ഛനും നിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അത്ര ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്ന് ഞാൻ തന്നെ നിർബന്ധം പിടിച്ച്. മോളെ, അവിടെ നീയും ശിവനും തനിച്ചല്ലേ ഉള്ളൂ. നിന്റെ ഈ അവസ്ഥയിൽ എന്തവസ്ഥ? എനിക്ക് ആലസ്യമില്ല, പേടിയുമില്ല. പക്ഷേ അമ്മയ്ക്ക് വേവലാതി മാറുമോ കുട്ടി? മോളൊരു കാര്യം ചെയ്, ഇങ്ങോട്ട് താമസം മാറ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണേ ഇവിടെ നിന്ന് ദിവസം പോയി വരാം. അത്ര ദൂരല്ലേ ഉള്ളൂ. വേണ്ടമ്മേ, ഓർമ്മ വെച്ച നാളു മുതൽ ഞാൻ വീട് വിട്ട് നിന്നിട്ടല്ലേ ഉള്ളൂ. നഴ്സറി മുതൽ ബോർഡിങ്ങിലായിരുന്നു. വീട് എന്നും എനിക്കൊരു വെക്കേഷൻ ഹൗസ് ആയിരുന്നു. ഉദ്യോഗം കിട്ടിയപ്പോ ഹോസ്റ്റലിലും ആയി. അതല്ലേ എന്റെ തലവിധി. പക്ഷേ ഏയ്, അമ്മയെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അമ്മയെ കരയിക്കരുതെന്ന് കുഞ്ഞുനാളിൽ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനെ കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത്. അമ്മ സങ്കടപ്പെടരുത്. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ച തപസ് അതെനിക്ക് മനസ്സിലാവും അമ്മേ, മനസ്സിലാവും. അമ്മയുടെ മോളല്ലേ ഞാൻ. എനിക്കൊരു പേടിയില്ല എവിടെ കഴിയാനും. മോളെ, അരുതായ്മ വല്ലതും തോന്നിയ ആ നിമിഷം ഞാനിങ്ങ് വരും, പാഞ്ഞു വരും. ശിവ, നിനക്ക് വയസ്സ് എത്രയായി? എന്നെക്കാളും നിശ്ചയം അമ്മയ്ക്കല്ലേ? അതെ, അതുകൊണ്ടാ പറയുന്നത്. ഇനി ഉരുണ്ട് കളിച്ചാൽ ശരിയാവില്ല. ആ മേലക്കരക്കാര് തീർപ്പ് പറയണമെന്ന് നിർബന്ധിക്കുന്നു. കാണാൻ നല്ല കുട്ടി, വേണ്ട വിദ്യാഭ്യാസമുണ്ട്, ഒറ്റ മകൾ. ആ, അവരുടെ സാമ്പത്തിക സ്ഥിതി നിനക്കും അറിയാവല്ലോ. വലിയ താമസമില്ലാതെ ഞാൻ തീരുമാനം പറയാം. ഇതെന്താ സിവിൽ കോടതിയോ? അവധിക്ക് വെച്ച് നീട്ടിക്കൊണ്ടുപോവാൻ? നിന്റെ നോട്ടത്തിൽ എന്തോ ഒരു കള്ളമുണ്ട്. ആകെ ഒരു പരിങ്ങല്. വല്ലതിനെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പറ. ഞങ്ങൾക്ക് ഏത് സമ്മതമാ. അമ്മേ, എനിക്കിത്തിരി സാവകാശം താ. ഒരു കുടുംബം പോറ്റാനുള്ള വരുമാനം കിട്ടി തുടങ്ങട്ടെ. വരുമാനം ഇവിടെ ഉള്ളതൊക്കെ പിന്നെ ആർക്കാ? ദേ, മുടന്ന ന്യായം പറയരുത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അടുത്ത തവണ വരുമ്പോ നീ മേലേക്കരയിൽ പോണം. അതിന് മാറ്റമില്ല.
വാറണ്ടിൽ പിടിച്ച് ഹാജരാക്കും പോലെ കൊണ്ടുപോയി എന്തിനാ? അവർക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ, ഞാൻ ഉടനെ പെണ്ണ് കെട്ടണം. കെട്ടിയ പെണ്ണിന്റെ കാര്യം പറയാൻ കക്ഷിയുടെ അനുവാദം കിട്ടുന്നുമില്ല. പെണ്ണിനെയും കുഞ്ഞിനെയും ഒരുമിച്ച് സമക്ഷത്ത് ഹാജരാക്കാം, അതാ ഭംഗി. നീ അമ്മയോട് വിവരം പറഞ്ഞോ? അതല്ലേ പെണ്ണിന്റെ പങ്കപ്പാട്. ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ അമ്മയും നാട്ടുകാരും ആലോചന തുടങ്ങും. ചെകഞ്ഞ് കൂടുതൽ കുഴപ്പം വരുത്തണ്ടെന്ന് കരുതി ഞാനങ്ങ് പറഞ്ഞു. എന്നിട്ട് അംബികാദേവിക്ക് മരുമോനെ കാണാൻ തിടുക്കം. ഹാജരാക്കാമെന്ന് ഞാനും ഏറ്റു. ആ പിന്നെ അമ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു. നമ്മൾ അങ്ങോട്ട് താമസം മാറണമെന്ന്. അത് നല്ല ഐഡിയ. ഇവിടുന്ന് 60 മിനിറ്റ് യാത്രയല്ലേ ഉള്ളൂ. അയ്യടാ, പറ്റില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അമ്മയ്ക്ക് ഇത്തിരി വിഷമം തോന്നിക്കാണും. മലി, ഇനിയും അജ്ഞാതവാസം എന്തിനാ? കുറച്ചു ദിവസം കൂടെ 2 പേരോടും സമദൂര സിദ്ധാന്തം, അത് മതി. മോനിങ് വന്നോട്ടെ, എല്ലാറ്റിനും അവൻ സാക്ഷിയാവട്ടെ. മോനോ? തീർച്ചയാണോ? അതെ, പക്ഷേ ശിവുവിനെ പോലെയല്ല, എന്നെ പോലെ. നിന്റെ സൗന്ദര്യവും എന്റെ ബുദ്ധിയും. അതെ, നേരെ തിരിച്ചായാലോ? എന്നാലും കുഴപ്പമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രശ്നമൊന്നുമില്ല, ഇത്തിരി ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. പറന്നു നടന്ന വാനമ്പാടിയുടെ ചിറകൊടിച്ചു. തൃപ്തിയായല്ലോ. വാ. എന്തു പറ്റി മാലി? ഏയ്, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. ചെറിയൊരു തലയിറക്കം വന്നു, അത്ര തന്നെ. എന്നാലും സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. വക്കീല് കോടതി പോ. 2 പേരും അടച്ചിരുന്നാലേ പട്ടിണിയാവും. എന്നാലും കൂട്ടിന് ആരുമില്ലാതെ. കൂട്ടിന് ഇവിടെ ഒരാളുണ്ടല്ലോ. വല്ല വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ബി ബോൾഡ്. ശരി, ടേക്ക് കെയർ. അമ്മ വാ. തീരെ വയ്യാണ്ടായി അല്ലേ? ഹേയ്, ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച നീ വരാതിരുന്നപ്പോഴേ ഞാൻ ഊഹിച്ചു. ചെറിയ തലയിറക്കം, സാരില്ല. ശിവൻ എവിടെ? കോടതി പോയി, ഞാൻ തള്ളിവിട്ടതാ. അല്ല, അമ്മയ്ക്ക് അഡ്രസ് എവിടുന്ന് കിട്ടി? ഒരമ്മ മനന്നൊന്ന് ആഗ്രഹിച്ച നടക്കാത്തതൊന്നുമില്ല ഊട്ടി. എന്നാലും എങ്ങനെ പറ. നീ അവിടെ വന്നിട്ട് പോയപ്പോ ഒരു പോസ്റ്റ് കാർഡ് നിലത്ത് വീണു കടന്നു. കേമിയാണല്ലോ. നിന്റെ അമ്മയല്ലേ ഞാൻ. ആ, അടുക്കളയിൽ വല്ലതും ഉണ്ടോ? ചെന്ന് പരിശോധിക്ക്. ഒക്കെ ശിവന്റെ ലീലാവിലാസങ്ങളാ. ദാ അവിടെ. ആദ്യത്തെ കൺമണി കാണായിരിക്കണം, ആരുമേ കണ്ടാൽ ചോദിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം.
മാലിനി. അകത്തുണ്ട്, വരൂ. ആ. ആരാ? ആരാന്ന് പറ. സാഹചര്യ തെളിവുകൾ വെച്ച് പറ. വക്കീലിന് സെൻസ് ഉണ്ടോന്ന് നോക്കട്ടെ. അമ്മ. ക്ലേവർ ബോയ്. അമ്മേ, ഇത് എന്റെ ഒരു സുഹൃത്ത്. മതി മതി വിളച്ചില്. ഒറ്റ നോട്ടത്തിലെ എനിക്ക് മനസ്സിലായി. മോനിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. സത്യം പറയാലോ, ഇപ്പോഴെനിക്ക് ആശ്വാസമായത്. എനിക്കും അതെ. ഇടയ്ക്കിടെ ഞാനും വരണ്ടു പോയിരുന്നു. ഇനി അമ്മ ഇവിടെ നിൽക്കട്ടെ, ഒരു സഹായമാവുമല്ലോ. ഓക്കെ. മരുന്നിപ്പൊ കഴിക്കുന്ന മോളെ? പിന്നെ മതി. അമ്മ ഇരിക്കെ. ഈ ഉപചാരമൊന്നും വേണ്ട മോനെ, നീ ഇരിക്കെ. മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും തൽക്കാലം കുടുംബത്തിലേക്ക് പോരുന്നതാ നല്ലത്. അവിടെ ആവുമ്പോ എല്ലാത്തിനും നിവൃത്തിയുണ്ട്. അത് നല്ല സജഷനാ മാലി. പക്ഷേ ആശുപത്രിയുടെ സൗകര്യം തൊട്ടടുത്തല്ലേ താലൂക്ക് ആശുപത്രി. ഇപ്പൊ 2 പ്രൈവറ്റ് ആശുപത്രിയും തുടങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും. ഓ പിന്നെ. മാലി, അങ്ങോട്ട് പോകുന്ന നല്ലതെന്ന് തോന്നുന്നു. എല്ലാവർക്കും ടെൻഷൻ കുറയും. എന്നെ ഒഴിവാക്കിയ ടെൻഷൻ ഫ്രീ അല്ലേ? ഞാൻ പോയേക്കാം. ഇതാണമ്മേ മോളുടെ സൂത്രം. എന്ത് ചെയ്യുന്നതും മറ്റൊരാളുടെ മേൽ ഏണി ചാരിയിട്ട്. ആരാ ജ്യോതി? നോക്കട്ടെ. പോസ്റ്റ്മാനാ, ആ ഒരു കത്തുണ്ട്. മാലിന്യയുടെ ആണല്ലോ. പ്രിയപ്പെട്ട സാറിന്, ഞാനിപ്പോ മാവേലിക്കരയിലാണ്, തറവാട്ടിൽ. അമ്മ കൂട്ടിക്കൊണ്ടു പോന്നു. സാറിനോട് ഒന്ന് പറഞ്ഞു പോരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. നേര് പറയാലോ, ഇവിടെ വന്നതോടെ പുതിയൊരു സുരക്ഷിതത്വബോധം തോന്നുന്നുണ്ട്. എത്രയായാലും പെണ്ണ് തന്നെയെന്നോർത്ത് സാർ തലയാട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. പെണ്ണിന്റെ ജന്മസാഫല്യം തള്ളയാവലാണെന്ന പഴഞ്ചൻ വചനം ഒരു തമാശയായിട്ട് ഇത്രയും കാലം ഞാൻ കണ്ടിരുന്നുള്ളൂ. അവൾക്ക് സഫലമാകാൻ മറ്റൊരു നിയോഗവുമില്ലേ? തെങ്ങും മാവും പോലെ ഒരു മരമാണോ പെണ്ണും? ആ വകയൊക്കെ നട്ടു വളർത്തുന്നത് കായ്ക്കാനാണ്. കായ്ഫലം നിലച്ച വെട്ടിക്കളയും. സ്ത്രീ ഒരു ഫലവൃക്ഷമാണെന്ന് പറയുന്നതിനേക്കാൾ അരോചകമായി എന്താണുള്ളത്? ഇപ്പൊ എനിക്കും ഒരു സഫലതാബോധം തോന്നുന്നില്ലേ? വയറ്റിൽ എന്റെ കുഞ്ഞ് ഇടയ്ക്കിടെ അനങ്ങുമ്പോ പ്രത്യേകിച്ചും. ഛേ, ഞാനെന്താ ഇങ്ങനെ സെന്റിമെന്റൽ ആവുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റം പിടികിട്ടാത്ത നൂലാമാല തന്നെ. പെൺവഴിക്ക് തന്നെ നീയും പോകുന്നു എന്ന് സാറ് ഊറിച്ചിരിക്കുന്നത് എനിക്ക് കാണാട്ടോ. വലിയ വാശിയോടെ തിരമുറിച്ച് നീന്തിക്കൊണ്ടിരുന്ന ഒരുവൾ ക്ഷീണം പറ്റിയ ഒരു ഇടവേളയിൽ തിരകളിൽ മുങ്ങിയും പൊങ്ങിയും ഊയലാടുന്നു എന്ന് കരുതിയാ മതി. സാറിനും ഭാര്യയ്ക്കും സൗഖ്യാണല്ലോ. വീണ്ടും എഴുതാം. സ്വന്തം മാലിനി.
ആ എന്തിനു കുട്ടാ? ഡാ, ഇങ്ങോട്ട് നോക്കട്ടെ കുട്ടാ. ഡാ. ഉം. ഞാൻ മോനെ ഒന്ന് എടുത്തു നോക്കട്ടെ. ഞാൻ എടുത്തു തരാം. ഓ ഓ ഓ ഓ ഓ. ആ, അയ്യോ, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. എന്റെടാ കുട്ടാ? മഞ്ജുവാമി ചെറു കയ്യിനെ കെൽപ്പുള്ളൂ, വേളിച്ചരടിന്റെ കെട്ടുമുറുക്കുവാ. ഇത് ചരടില്ലാത്ത വേലിയല്ലേ? മുറുക്കാനും അഴിക്കാനും കെട്ടൂല്ല. ഇവന് ആരുടെ ചായാണെന്ന് പറയാവോ? ആ, നോക്കട്ടെ. കണ്ണ് നിന്റെ, മൂക്ക് നിന്റെ എന്ന് വെച്ചാ നമ്മളെ രണ്ടാളെയും പോലെ അല്ലാന്നർത്ഥം. അല്ലല്ല, മോൻ നിന്നെ പോലെ തന്നെയാ. വേണ്ട 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 വേണ്ട. ഓ, 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 ഓ. എന്താടാ? ഇല്ല 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 ഇല്ല. വാവൂ, കാര്യമില്ലടാ വാവേ. ഓ, വേണ്ടടാ. ഇത് വേണോ? ബലൂൺ വേണോ? എന്തിനു കുട്ട? പിടിച്ചു 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 പിടിച്ചു. അങ്ങനെ ചക്കര. ആ, ചക്കര കുട്ടിന് വിശക്കണോടോ? ഇപ്പൊ തരാം കേട്ടോ. കൊടുക്ക. കുടിച്ചോ കുടിച്ചോ. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. അച്ഛൻ്റെ ഒട്ടിനാണോ അമ്മയുടെ ഒട്ടിനാണോ? അമ്മയ്ക്ക് പാല് കൊടുക്കണ്ട കേട്ടോ. പെട്ടെന്ന് കുടിച്ചോ. കുടിച്ചോ. കുഞ്ഞുറങ്ങിയോ? അമ്മയുടെ താരാട്ട് കേട്ടാലേ അവൻ ഉറങ്ങും. ഞാനൊരു കാര്യം പറയാം, നീ തടസ്സം പറയരുത്. ആദ്യം കാര്യം പറ. ഞാനും ജസ്റ്റിനും ഹൈക്കോടതിയിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. ആലോചന മാത്രം? ഇത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. അഡ്വക്കേറ്റ് KR കൃഷ്ണൻ നമ്പ്യാർന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ചേംബറിൽ ചേരാനാ പ്ലാൻ. ഞങ്ങള് നമ്പ്യാർ സാറിനെ കണ്ട് സംസാരിച്ചിരുന്നു. ഈ ജില്ലാ കോടതിയിൽ തുടരുന്നോണ്ട് ഒരു മെച്ചവുമില്ല. ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നോക്കുമ്പോൾ
അതാ നല്ലത്. നമുക്ക് എറണാകുളത്തേക്ക് താമസം മാറാം. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പണ്ടേ പറഞ്ഞതാണല്ലോ, ശിവന്റെ വഴിയിൽ ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ലെന്ന്. ഞാൻ വരുന്നില്ല, അത്രയുള്ളൂ. ശിവ പോവൂ. ജുഡീഷ്യറിയിൽ കയറി പറ്റാനും ചാൻസ് കിട്ടിയേക്കും. ആ, ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ശിവൻ എന്തു പറഞ്ഞിട്ടാ പോയത്? ഹൈക്കോടതിയിലേക്ക് മാറണമെന്ന തീരുമാനം. അവൻ പറയുന്നത് ശരിയല്ലേ? ഭാവി നോക്കണ്ടേ? അതെ, ബെറ്റർ പ്രോസ്പെക്ട്സ് അവിടെയുണ്ട്. നീ എന്താ പറഞ്ഞേ? ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഏതായാലും എറണാകുളത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ ഒന്നിച്ചു കഴിയുന്ന എങ്ങനെ? എനിക്ക് പഴയ താവളം മതി. എന്റെ തൊഴിലിന് ഇവിടെ പറ്റിയ സ്ഥലം. ഇനിയും പിരിഞ്ഞു താമസിക്കുന്നത് പ്രയാസമല്ലേ മോളെ? അമ്മ 25 കൊല്ലായി ഒറ്റയ്ക്ക് താമസിക്കല്ലേ. എന്തായാലും അത്രയും പ്രയാസമൊന്നും എനിക്കുണ്ടാവാനില്ലല്ലോ. ചക്കിരേ, ഈ അച്ഛന്റെ തനി സ്വരൂപം തന്നെ. സുലു ശിവനെ കണ്ടോ? ഇന്നാൾ ഇവിടെ നിന്ന് ഇറങ്ങി പോന്ന കണ്ടു. അവൻ ഹൈക്കോടതിയിലേക്ക് മാറി. അത് നന്നായി. ഹൈക്കോടതി വക്കീലെന്ന് പറഞ്ഞ അതിന്റെ ഒരു ഗമ വേറെ തന്നെയാ. അപ്പൊ ഇനി മാലിനി എറണാകുളത്താണോ? അവള് പോകുന്നില്ലാന്ന്. പഴയ സ്ഥലം മതി പോലും. അതെന്താ അങ്ങനെ? മാലിനി മോള് ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്കൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും കൊച്ചുമോനെ ഞാൻ കൊടുത്തയക്കില്ല. ഓ, എറണാകുളത്തേക്കാൾ ചൂടാണിവിടെ. പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ അല്പം തണുപ്പുണ്ട്. എവിടെയാ താമസം? തൽക്കാലം ഒരു ലോഡ്ജിൽ. വാടക വീട് കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. എനിക്ക് മാത്രം എന്തിനാ ഒരു വീട്? ഞാൻ പഴയ ഹോസ്റ്റലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു മുറി ഒഴിച്ചിട്ടേക്കാൻ. അപ്പൊ കുഞ്ഞ്? അവനെ അമ്മ വിട്ടു തരില്ലെന്ന്. അതാ നല്ലത്. മോൻ ഇവിടെ നിൽക്കട്ടെ. വീക്കെൻഡിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ കൂടുന്നു. പിന്നെ തിങ്കളാഴ്ച രാവിലെ ഒരാൾ തെക്കോട്ട്, മറ്റേയാൾ വടക്കോട്ട്. എന്താ ശിവു, ഇപ്പൊ പ്രോബ്ലം സോൾവ് അല്ലേ?
കിടക്കാത്തത്? മുൻപ് കൃത്യം 10 മണിക്ക് ഉറങ്ങുന്ന ആളല്ലേ? ഉറക്കം വന്നില്ല. ഹസ്ബൻഡിനെയാണോ കുഞ്ഞിനെയാണോ ഓർത്തോണ്ടിരിക്കുന്നത്? അതൊന്നുമല്ല. നാളെ കൊടുക്കേണ്ട സ്റ്റോറിയെ കുറിച്ച് ആലോചിക്കുക. ഒരു തുടക്കം കിട്ടുന്നില്ല. ഈ അർദ്ധരാത്രി കുത്തിയിരുന്ന് ആലോചിച്ച തുടക്കം കിട്ടില്ല. രാവിലെ ഫ്രഷ് ആയിരുന്നു ആലോചിക്ക്. കടന്നുറങ്ങാൻ നോക്ക്. മണി 12ആയി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സർ. ഹലോ മിസ്സിസ് മാലിനി ശിവൻ. സാറേ, ഇത്തരം പ്രിഫിക്സും സഫിക്സും ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ മാലിനി, വെറും മാലിനി. മാലിന്ന് വിളിക്കാം. അതും ബുദ്ധിമുട്ടാണെങ്കിൽ മായെന്ന് നീട്ടി വിളിക്കാം. പേരിന്റെ നീളം കൂട്ടണ്ട. അല്ല, മിസ്സിസ് മാലിനി ശിവൻ എന്ന് വിളിച്ച എന്താ കുഴപ്പം? സാറേ, വഴക്കിനാണ് പുറപ്പാടെങ്കിൽ ഞാൻ പോയേക്കാം. പെണങ്ങല്ലേ മാ, അകത്തേക്ക് വരൂ. ഇരിക്കൂ, ഞാൻ ദാ വരുന്നു. ഇക്കൊല്ലത്തെ ബെസ്റ്റ് സെല്ലറാണ്. കവർ അസലായിട്ടുണ്ട്, പക്ഷെ ആകാൻ ട്രാഷ്. ഇരിക്കൂ. പിന്നെ പുതിയ വിശേഷങ്ങൾ? അതല്ലേ കുഴപ്പം. വിശേഷങ്ങൾ ഉണ്ടാകുന്നതിനോട് എനിക്ക് പൊരുത്തപ്പെടാനേ പറ്റുന്നില്ല. വേലിയേറ്റവും ഇറക്കവും ഇല്ലാതെ ഇങ്ങനെ ഒഴുകാൻ എനിക്കിഷ്ടം. ഞാനിതാ വീണ്ടും ഇവിടെ എത്തി, പഴയ ഹോസ്റ്റലിൽ. പഴയ ഓഫീസ്, വളരെ പഴയ പേന, പക്ഷേ പുതിയ കഥകൾ തേടി നടക്കുന്നു. വായനക്കാരെ നടുക്കുന്ന സത്യങ്ങൾ. സാറിന്റെ കയ്യിൽ വല്ലതുണ്ടോ? സദാ ചെരിഞ്ഞു കറങ്ങുന്ന ഭൂമി, അതിലൊരാൾ മാത്രം അനങ്ങാതെ നിൽക്കുമെന്ന് വാശി പിടിച്ചാൽ ശരിയാവോ? ഞാനൊന്ന് നിക്കാമൊന്ന് നോക്കട്ടെ. മാലിന്യെ പറ്റി ഇപ്പൊ വന്നതേ ഉള്ളൂ. മാലിന്യക്കുട്ടി ആളാകെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. എന്തു മാറ്റം? ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, മാറ്റമുണ്ട്. ആട്ടെ, കുഞ്ഞ് ചെക്കൻ ഓവർ സ്മാർട്ടായി ലോകം ഭരിക്കുന്നു. മോന് പേരിട്ടോ? പിന്നെ ഉഗ്രം പേരല്ലേ, സു. സുവോ? സു. സു. സാറ് വിരളണ്ട. കുട്ടികൾക്ക് പേര് മുഴുവൻ നമ്മൾ ഇടാൻ പാടില്ല. പേരിന്റെ സജഷൻ മാത്രം മതി. ബാക്കി അവൻ തന്നെ പൂരിപ്പിച്ചോളൂ. സുനിലെന്നോ, സുബാഹു എന്നോ, സുധാമാവെന്നോ. അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി കണ്ട് ജനം ബാക്കി പൂരിപ്പിച്ചോളൂ. ആട്ടെ, സു ഇപ്പൊ എവിടെയാണ്? തറവാട്ടിൽ മുത്തശ്ശിയുടെ ചൂടേറ്റ് വിലസുന്നു. മുലകുടി നേരത്തെ നിർത്തി. പിന്നെ ചെക്കന് ഞാനൊരു അത്യാവശ്യ വസ്തു അല്ലല്ലോ. ശിവമോഹൻ ഹൈക്കോടതിയിൽ ചേക്കേറി. താമസം എറണാകുളത്ത്. ഇവിടെ ഞാൻ മാത്രം. സാറ് പണ്ട് പഠിപ്പിച്ചില്ലേ, നമുക്കില്ല നാടും നഗരവും. അങ്ങനെ മേൽവിലാസമില്ലാതെ കറങ്ങുന്നു. അപ്പോ നിങ്ങൾ തമ്മിൽ കാണുന്നത്? ആദ്യമൊക്കെ വൺസ് ഇൻ എ വീക്ക്. ഇപ്പൊ 15 ദിവസം കൂടുമ്പോ. ഞാൻ എന്തായാലും എല്ലാ ആഴ്ചയും കുടുംബത്തിലെത്തും. ശിവു സൗകര്യം കിട്ടുമ്പോ വരും. അത്രയൊക്കെ പോരെ? അമ്മയ്ക്ക് എന്തായാലും പിടിപ്പത് പണിയായി. ആ പാവത്തിന്റെ ഏകാന്തവാസം അവസാനിച്ചല്ലോ. ശിവ വീട്ടിലുണ്ടാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ നമ്പർ 1 ഹൗസ് വൈഫ് ആയിരിക്കും. അമ്മയ്ക്ക് പൂർണ്ണ വിശ്രമം. അടുക്കള ഭരണം ഞാൻ ഏറ്റെടുക്കും. ശിവന് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് നിശ്ചയുണ്ട്. അവയൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ അടുത്തുനിന്ന് തീറ്റും. കാര്യേഷു മന്ത്രി, ക്ഷമയാ ധരിത്രി, ശയനേഷു. അങ്ങനെ അങ്ങനെ അങ്ങനെ. വലിയ കുടുംബിനായിപ്പോയി. പക്ഷേ ഒന്നിച്ച് താമസിക്കുന്നതായിരുന്നു ഭംഗി. ഏറിയാൽ 3 ദിവസം. ആ ദിവസങ്ങളിൽ തകർപ്പൻ ദാമ്പത്യം. അതിനപ്പുറമായ എനിക്ക് വല്ലാണ്ട് ബോറടിക്കും. വൈകാതെ വീണ്ടും കാണാമെന്ന് പരസ്പരം പറഞ്ഞ് ഞങ്ങൾ പിരിയും. യാതൊരു ടെൻഷനും പ്രശ്നവും ഇല്ലാതെ സുഖജീവിതം. മല്ലി, ടെൻഷൻ ഇല്ല ഇല്ല എന്ന് കുട്ടി ഉരുവിട്ട് ഉറപ്പാക്കുകയാണ്. ഒരുതരം ഹിപ്പോക്രസി. കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന ഒരു അമ്മയുടെ വിഷമം ഏത് സ്ത്രീക്കാ മോളെ സഹിക്കാൻ കഴിയാ?
സത്യം പറഞ്ഞ ഞാൻ പേടിച്ചോടുക എന്നിൽ നിന്ന് തന്നെ. ഭർത്താവ്, മകൻ, കുടുംബ ബന്ധങ്ങളിൽ കുരുങ്ങി നീങ്ങുന്ന ആവർത്തന വിരസമായ രാപ്പകലുകൾ. ആ തുരുമ്പിച്ച ചങ്ങലയിലെ ഒരു കണ്ണിയായി പോകൂ ഞാനും എന്നൊരു ഭയം. സാറിനെന്ത് തോന്നുന്നു? ഇത്തരം ഭയങ്ങളാണല്ലോ കുഞ്ഞെ ജീവിതത്തിന്റെ ആധാരം. ഓ വേണ്ട 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 വേണ്ട. ദേ, 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 നോക്കിക്കേ, ദേ അങ്ങോട്ട് നോക്കിയേ. കരയണ്ട 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 കരയണ്ട. ഓ ആ. ആഹാ. ആ ദേ അമ്മ വന്നു. ഓ ഓ ഓ ഓ ഓ ഓ, വേണ്ട വേണ്ട വേണ്ടടാ, പോട്ടെ പോട്ടെ പോട്ടെ, കരയതട മോനെ. ഓ ദേ നോക്കി, മോന്റെ അച്ഛൻ വരുന്നു. ആ ആ ആ ആ ആ ആ. ദാ നോക്ക മോനെ. എന്തൊരു കുട്ടാ, എന്തിനാ കരയണേ? അമ്മ കരയിച്ച മോനെ അടി കൊടുക്കണ്ടെന്ന്. ഹോട്ടലിലെ ഫുഡ് കഴിച്ച് മടുത്തിട്ടാണോന്ന് അറിയില്ല, ഇവിടുത്തെ കറികൾക്കൊക്കെ നല്ല രുചി. അമ്മ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? അയ്യടാ, ഇത് ഞാനുണ്ടാക്കിയതാ. പിന്നെ എന്റെ കറികളുടെ രുചി പിടിച്ചതുകൊണ്ടാ നിനക്കിപ്പോ ഹോട്ടൽ ശാപ്പാട് മോശമായിട്ട് തോന്നുന്നേ. വെള്ളിയാഴ്ച അവൻ കാത്തിരിക്കല്ല ഞാൻ നല്ല ആഹാരം കഴിക്കാൻ. അയ്യേ കൊതിയൻ. അപ്പൊ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നല്ലേ? അതാണ് മെയിൻ. പിന്നെ ബോണസായിട്ട് നീ ഇവിടെ ഉണ്ടല്ലോ. ദേ ഒന്ന് വെച്ച് തരൂ കേട്ടോ.
എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? ഭയങ്കര ശാഠ്യ. മാലിനി ഇല്ലേ ഇവിടെ? അവൾ ഇന്ന് രാവിലെ പോയി, ശിവൻ ഇന്നലെ വൈകിട്ടും. ഈ കുട്ടികൾ എന്താ ഇങ്ങനെ? അവർക്ക് 2 ദിവസം താമസിച്ചിട്ട് പോയാ പോരെ? 1.5 ദിവസം ഒന്നിച്ചു കഴിയുമ്പോഴേക്കും അവള് ബോറടിക്കുന്നു, ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഞാൻ നിർബന്ധിച്ചിട്ടാ 3 ദിവസം തങ്ങിയത്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആയാ കൊള്ളാം. കാലം മാറിയല്ലേ സുലു. ഇന്നും ശിവനെ കണ്ടില്ലല്ലോ. നീ വിളിച്ചില്ലേ? 2-3 വട്ടം ട്രൈ ചെയ്തു. ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. റിങ് ചെയ്യുന്നു, എടുക്കുന്നില്ല. മുമ്പും അതെ. എവിടെയെങ്കിലും മറന്നു വെച്ച് പോയിട്ടുണ്ടാവും. ഇന്നലെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോ ജസ്റ്റിൻ എടുത്തു. പുറത്തു പോയിന്ന് പറഞ്ഞു. ആ പറച്ചിൽ എന്തോ പന്തികേട് തോന്നി. ആണുങ്ങളല്ലേ മോളെ, വല്ല അത്യാവശ്യത്തിനും ദൂരെ പോയിട്ടുണ്ടാവും. എങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഹലോ. അതെ സർ. ശരി, ഓക്കെ സർ. ഹലോ. ഹലോ, ജസ്റ്റിൻ അല്ലേ? ഇത് മാലിന്യ. ശിവു അല്ലേ അവിടെ? ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കൂ. ആ കൊടുക്കാം. ശിവ. ആ 1 മിനിറ്റ്. മാലിന്യ. ഹലോ, മാലി ഹോസ്റ്റലിൽ നിന്നാണോ? വീട്ടിൽ നിന്ന് എപ്പോൾ എത്തി? ശിവു എവിടെയായിരുന്നു? ഞങ്ങളൊരു പിക്നിക്കിന് പോയി. സാറ്റർഡേ സൺഡേ. ഞങ്ങളോ? അതെ, ഞാനും ജസ്റ്റിനും. പിന്നെ ഓഹോ, ശനിയാഴ്ച ഞാൻ ജസ്റ്റിനോട് സംസാരിച്ചിരുന്നു. പിക്നിക്കിന്റെ കാര്യമൊന്നും ജസ്റ്റിൻ പറഞ്ഞില്ല. അല്ല, അത് ഹലോ ഹലോ നീ എന്താ നേരത്തെ? ഇന്ന് ബുധനാഴ്ചയല്ലേ? ബുധനാഴ്ച എന്താ കൊള്ളൂലേ? മോളെ. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവളെ പരിചയപ്പെടണ്ടേ? പിന്നെ ഒരിക്കലാവാം. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്.
എന്താ മോളെ, നിനക്ക് സുഖമില്ലേ? ഒരു കുഴപ്പമില്ല. വരണോന്ന് തോന്നി വന്നു. ശിവൻ വിളിച്ചോ? ഞാൻ വിളിച്ചു. എന്തു പറഞ്ഞു? വിശേഷിച്ചൊന്നുമില്ല. അദ്ദേഹം വലിയ തിരക്കില. ഇപ്പോ പോയ ആളാരാന്ന് മനസ്സിലായോ? പുരുഷോത്തമനെന്നാ പേര്. പണ്ട് സ്കൂളിലൊപ്പം പഠിച്ചതാ. പട്ടാളത്തിലായിരുന്നു. കണ്ടപ്പോഴേ തോന്നി എക്സ് മിലിറ്ററി ക്ലാസ്മേറ്റിനെ കാണാൻ വന്നാവും. ഇതിലേ പോയപ്പോ കയറിയതാ. സാധു, നല്ല മനുഷ്യനാ. എല്ലാ മനുഷ്യരും നല്ലവരാ അമ്മേ. ആ എന്താ മാലിനി ഇന്ന് നേരത്തെ വന്നല്ലോ? മുഖം വല്ലാതിരിക്കുന്നല്ലോ, സുഖമില്ലേ? ഒന്നുമില്ല, ഇവിടെ ഇരുന്ന് ചെയ്യേണ്ട കുറെ പണിയുണ്ട്. മാലിനി ക്ഷീണിച്ചിട്ടുണ്ട്. വാർഡന് സ്നേഹം കൊണ്ട് തോന്നുന്നതാ. രണ്ടാം സൂവിന്റെ വരവിന് സമയമായോ? പെണ്ണിന് ആ ഒരു കർമ്മേ ഉള്ളോ? ഹലോ അമ്മ. എന്താ മോളെ? ഞാൻ നാളെ വരുന്നില്ല. എറണാകുളത്തേക്ക് പോവുക. ശിവനെ കാണാനാ? അല്ല, ഒരു കേസിന്റെ വിസ്താരം റിപ്പോർട്ട് ചെയ്യാനാ. ശിവനെ കാണുമല്ലോ. പറ്റിയാ കാണും. മോൻ ഉറങ്ങിയോ? അവൻ എപ്പോഴേ ഉറങ്ങി. ശരി, വെക്കട്ടെ. താര, താൻ ഈ പ്രൊഫഷനോട് തീരെ ഡെഡിക്കേറ്റഡ് അല്ല. റിയലി ഐ ഹേറ്റ് ദിസ്. കക്ഷികളുടെ കയ്യിൽ നിന്ന് സംതിങ് വിരിച്ചോണ്ട് പോയിട്ട് എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല ശിവ. ഒരു ടൈം പാസിന് കറുത്ത കോട്ടും ചുമന്നോണ്ട് വരുന്നു. എന്താ മാഡം? ഒരു ചായ. ചായ. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഒരിക്കലും അല്ല, ശിവന് തോന്നുന്നതാ.
ഹലോ. ഇത് മാലിനി. ഹലോ. ഹലോ. ഞാനൊരു ഇലക്ഷൻ കേസിന്റെ വിസ്താരം റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ. ഇത് താരാശേഖർ, ഞങ്ങളുടെ ചേംബറിലെ ജൂനിയറാ. വാദം തുടങ്ങാറായി. ശരി. ഞങ്ങൾക്കിന്ന് ചീഫിന്റെ ബെഞ്ചിലാണ് കേസ്. ഇന്ന് തന്നെ മടങ്ങുകയല്ലേ? പോകും മുമ്പ് ചേംബറിൽ വരുമോ? ശ്യാം കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാ. തരപ്പെടുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഞാൻ പോട്ടെ. ഈ ആഴ്ച മാവേലിക്കരയ്ക്ക് വരാൻ നോക്കാം. ഹലോ താരാശേഖർ. ബൈ. ബൈ. സീ യു. സീ യു. നാം തമ്മിൽ രേഖയുള്ള ഒരു ബന്ധവുമില്ല. പരസ്പര വിശ്വാസത്തിന്റെ കെട്ട് മാത്രം. അതെപ്പോ ദുർബലമാകുന്നുവോ അപ്പോ പരാതികളില്ലാതെ നമ്മൾ പിരിയും. ഞാനൊന്ന് ചിനുങ്ങുക പോലുമില്ല. ഒരു നാൾ ശിവ മറ്റൊരു പെണ്ണിന്റെ കൈയും പിടിച്ച് എന്റെ മുന്നിൽ വന്ന ഞാൻ നിങ്ങൾക്ക് മംഗളം നേരും, നിറഞ്ഞ മനസ്സോടെ. മംഗലാംഗി മണിമരും ഭംഗിയോടെ കുളി കഴിഞ്ഞങ്ങമെല്ലാം അലങ്കരിച്ചൊരുങ്ങി നിന്നു. മംഗലാംഗി മണിമരും ഭംഗിയോടെ കുളി കഴിഞ്ഞങ്ങമെല്ലാം അലങ്കരിച്ചൊരുങ്ങി നിന്നു. കണ്ണെഴുതി കുറിയിട്ടു കേശപാശമുലച്ചതിൽ മഞ്ഞണിഞ്ഞ പനി നിൽപ്പു മംഗളം ചൂടി. കണ്ണെഴുതി കുറിയിട്ടു കേശപാശമുലച്ചതിൽ മഞ്ഞണിഞ്ഞ പനി നിൽപ്പു മംഗളം ചൂടി. പട്ടുസാരി ഞൊറിഞ്ഞൊടുത്തൊട്ടു മൊഴിയാതെയപ്പോൾ കുട്ടിയാണ് മതിന്നിരെ മുറുക്കിയിട്ടു. പട്ടുസാരി ഞൊറിഞ്ഞൊടുത്തൊട്ടു മൊഴിയാതെയപ്പോൾ കങ്കണങ്ങൾ കരങ്ങളിൽ അങ്കുലിയം വിരലിലും തങ്കമാലര. പേടിച്ചു പോയല്ലോ കുട്ടി. എന്താ ഇത്? എന്താ ഇത്? തിരുവാതിര പാട്ടാണല്ലോ. ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി നിൽക്കുമായിരുന്നു. നന്നായി പാടില്ലേ? പോവേണേ. ആകെ സുന്ദരിയായിരിക്കുന്നല്ലോ. എന്താ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? നീ എറണാകുളത്ത് എന്നപ്പോ ശിവമോനെ കണ്ടില്ലേ? കണ്ടു. എന്താ അവൻ വരാത്തെ? ഉടനെ വരുമെന്ന് പറഞ്ഞു. അമ്മേ, മോനെവിടെ? അവ ഉറങ്ങുക. പാടുവിട്ട് ഉറക്കിയതാ. ഉണർത്തിയ പിണക്കം തുടങ്ങും. ഞാൻ ഡ്രസ്സ് മാറി വരാം. കഴിക്കാൻ വല്ലതെന്താ? വിശക്കുന്നു. എവിടുന്ന് കിട്ടി ഈ പുതിയ കാസറ്റ്? വാങ്ങിക്കൊണ്ടു വന്നതാ. ആര്? ഇന്നാണ് നീ കണ്ടില്ലേ ഒരാളെ? ആ ആള് തന്നെ. ആളിന് പേരില്ലേ? പുരുഷോത്തമൻ. സംഗതി ഉത്തമം. അന്ന് നീ പരിചയപ്പെട്ടില്ലല്ലോ. അതിന് ഇനി സമയമില്ലേ? ഇടയ്ക്കിടെ വരാറുണ്ടോ? വല്ലപ്പോഴും. സൂവിന് വലിയ ഇഷ്ട. അവനും അങ്ങനെ തന്നെ. അതേതായാലും നന്നായി. അച്ഛന്റെ വാത്സല്യം കിട്ടിയില്ലെങ്കിലും ഒരു മുത്തച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അല്ല, അമ്മയുടെ ക്ലാസ്മേറ്റ് എക്സ് മിലിറ്ററി കല്യാണം കഴിച്ചിട്ടില്ലേ? ഭാര്യ മരിച്ചുപോയി. 3 മക്കളുണ്ട്. 2 പെണ്ണും ഒരാണും. പെൺപിള്ളേർ രണ്ടും വിവാഹം കഴിഞ്ഞ് ഫോറിനില്ല. പയ്യൻ ദില്ലിയിലും. അവനൊരു മോളുണ്ട്. അവർക്ക് അച്ഛനെ നോക്കാൻ സൗകര്യവും സമയവും ഇല്ല. അച്ഛൻ അവർക്കൊരു അസൗകര്യമായിരിക്കും.
ഏതായാലും അദ്ദേഹം ദില്ലിന്നിങ്ങ് പോന്നു. താമസം അടഞ്ഞുകിടന്ന കുടുംബവീട് മെയിന്റനൻസ് ചെയ്ത് താമസിക്കുന്നു. അരിവയ്പ്പിനൊരു പയ്യനും ഉണ്ട്. സാരില്ല, നല്ല ആരോഗ്യമുണ്ടല്ലോ. ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ അത്യാവശ്യത്തിനുണ്ട് പോലും. അല്ല, എവിടെ വെച്ച അമ്മ പുരുഷോത്തമൻ അദ്ദേഹത്തെ കണ്ടത്? ഓ മോളെ, നിന്റെ ഒരു ചോദ്യം. ഒരേ സ്കൂളിലും കോളേജിലോ പഠിച്ചതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഓൾഡ് സ്റ്റോറി. ഇപ്പൊ എവിടെ വെച്ചാ വീണ്ടും കണ്ടുമുട്ടിയെന്ന് പറ അംബിക കുട്ടി. അതോ 6 മാസം മുമ്പ് ഗുരുവായൂർ ഏകാദശിക്ക് പോയില്ലേ, അവിടെ വെച്ച് കണ്ടു. അപ്പോ ഭവതിയുടെ ഏകാദശി നോയമ്പ് ഫലിച്ചു. ഓമനെ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ നിന്റെ രൂപം എന്റെ മനസ്സിൽ പതിഞ്ഞു. കോളേജിലെത്തിയപ്പോ ഒരാരാധകനായി അകലെ മാറി നിന്ന് നിന്റെ ഓരോ ചലനവും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നോടത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. പറയാനുള്ള ശക്തി ഈ അധീര കാമുകൻ നേടിയപ്പോഴേക്കും നീ മറ്റൊരാളിന്റെ ആയി. എങ്കിലും എന്റെ മനസ്സിന്റെ വിശുദ്ധിയിൽ അംബികയെ നീ ഉണ്ടായിരുന്നു, എന്നും. ഇങ്ങനെ ഒരു ഉഗ്രൻ ഡയലോഗ് പുരുഷോത്തമൻ അദ്ദേഹം കാച്ചിയില്ലേ? വഷളത്തി. ഇനി എന്നാ അദ്ദേഹം വരിക? എനിക്കറിഞ്ഞൂടാ. തികച്ചും അപ്രതീക്ഷിതമായ വരവിനാണ് കുട്ടി. സൗന്ദര്യം. നീ ഒന്ന് വായെടുക്കണ്ടോ? അപ്പോ ഇതായിരുന്നു നിന്റെ മനസ്സിലെങ്കിൽ നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ? ഒരേ പ്രൊഫഷനായത് നന്നായി. പിന്നെ കുടുംബവും കൊള്ളാം, സാമ്പത്തികവും മെച്ചം. ജാതകപ്പൊരുത്തവും കൂടെ നോക്കിയിട്ട് തീരുമാനിക്കാം. ഞാൻ പോയി നോക്കാം. ജാതകത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല ചാ. അങ്ങനെ പറഞ്ഞാ പറ്റുമോ? ഈ തറവാട്ടില് അങ്ങനെ ചില നാട്ടുനടപ്പുകളൊക്കെ ഉണ്ട്. ഇനി നിനക്ക് വേണ്ടി അതൊക്കെ തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല. നിന്നെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു, ഒരു മാലിനി. ഞാനിപ്പോ വരാം. ആരാന്നാ പറഞ്ഞേ? വേറൊന്നും പറഞ്ഞില്ല, ശിവനെ കാണണമെന്നേ പറഞ്ഞുള്ളൂ. മാലി, വക്കീലിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. തിരക്കിലായിരുന്നു. പിന്നെ വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിക്കുന്നു. അതിന് മുങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ, കാര്യം പറഞ്ഞാ പോരെ. ബന്ധനമില്ലാത്ത ബന്ധമല്ലേ നമ്മുടേത്, എപ്പോ വേണേലും പിരിയാം. മാലി ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത്? അതെ, നിനക്കറിയാലോ ഞാനും നീയും തമ്മിൽ ഒരു കരാറും ഇല്ലെന്ന്. ധീരനാവുക അത്ര എളുപ്പമല്ല. ഗുഡ് ബൈ. ഹലോ, മാലിനിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? സാർ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ കൊടുക്കാം. മാലിനിയാ. എന്താണോ വിശേഷിച്ച്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടുന്നാ വിളിക്കണേ? ഓ, ആയിക്കോട്ടെ, ഇപ്പൊ വരും. എന്താണാവോ അർജന്റായിട്ട്? നമ്മളെ കുഴയ്ക്കുന്ന വല്ലതും പറയാനാവും. ഇത്ര പെട്ടെന്നോ? അപ്പൊ എവിടുന്നാ വിളിച്ചേ? അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് വേണമല്ലോ VIP-കളെ കാണാൻ. മാത്രല്ല ഇന്ന് എനിക്ക് അല്പം കൂടുതൽ സമയം വേണം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഒരു കുസൃതി തോന്നി, ഓട്ടോയിലിരുന്ന് മൊബൈലിൽ വിളിച്ചതാ. അല്ല, മാലിനി വലിയ യാത്ര കഴിഞ്ഞു വരുവാണോ? എന്താ അങ്ങനെ തോന്നിയോ? കുട്ടി വല്ലാണ്ടിരിക്കുന്നു. ആന്റിക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നതാ. ഞാനിപ്പോ ഒത്തിരി നന്നായിട്ടുണ്ടെന്നാ പൊതുജനാഭിപ്രായം. അപ്പോ കണ്ണാടി നോക്കാറില്ലേ? ആ പ്രായമൊക്കെ പോയില്ലേ സാറേ? അല്ല, സു എങ്ങനെയുണ്ട്?
അവനിപ്പ അംബികാദേവി മതി. എന്നെ ചിറ്റമ്മേന്ന് വിളിക്കുന്ന സ്ഥിതിയാ. ആ മോക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? എന്തും. ശരി. ഇരിക്കടോ. പിന്നെ എന്തൊക്കെയാണ് ഇടക്കാല സംഭവ വികാസങ്ങൾ? കൊറേ സംഭവങ്ങളുണ്ട്. വികാസമാണോന്ന് അറിഞ്ഞൂടാ. അക്കമിട്ട് പറയാം. പറയൂ. 1. ഉം. ഇത്തിരി പഴയ സംഭവമാണ്. പക്ഷെ രഹസ്യമായതുകൊണ്ട് പുതുമ നശിച്ചിട്ടില്ല. ഞാൻ എന്റെ പിതാവെന്ന് പറയപ്പെടുന്ന ഉപേന്ദ്രവർമ്മ തിരുമനസിനെ ഒന്ന് മുഖം കാണിച്ചു. അയാള് വന്നോ? ഇല്ല. ഞാൻ ഒരുപാട് പാടുപെട്ട് ഊരും പേരും കണ്ടുപിടിച്ച് ഓഫീസിൽ പോയി ദർശനം കഴിച്ചു. എന്നിട്ട് കണ്ടതിൽ മനസമാധാനം എന്ന് പറഞ്ഞ് തിരികെ പോന്നു. യാതൊരു സെന്റിമെന്റ്സിനും ഇട കൊടുക്കാതെ. ആള് സുന്ദരൻ, ബഹുയോഗ്യൻ. മാലിനി കുടിക്കേ. എന്തായിരുന്നു ശ്രീ ഉപേന്ദ്രവർമ്മ തമ്പുരാന്റെ ഫസ്റ്റ് റിയാക്ഷൻ? അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? അമ്മയോട് പറഞ്ഞോ? ഇല്ല. കഥാപുരുഷന്റെ പേര് സൂചിപ്പിച്ചപ്പോ അമ്മയുടെ മുഖം ഇരുണ്ടു. പിന്നെ പറഞ്ഞു നോവിക്കണ്ടെന്ന് കരുതി. ഇനി ആരെങ്കിലും ബാസ്റ്റേഡ് എന്ന് വിളിച്ചാ നിവർന്ന് നിഷേധിക്കാലോ. ദേ അതങ്ങ് കുടിക്കേ. അല്ല, എനിക്ക് ഈ വിദ്വാരത് കാണാൻ പറ്റുമോ? എന്തിന്? വേണ്ട. വല്ലതൊക്കെ ചോദിച്ചു ഓർമ്മിപ്പിച്ചും എന്റെ പിതാവിനെ വേദനിപ്പിക്കല്ലേ. ആ, ഇനി വിശേഷം നമ്പർ 2. എന്റെ അമ്മയ്ക്ക് ഒരു ചങ്ങാതിയെ കിട്ടി. കുട്ടി എന്തായി പറയുന്നേ? റിയലി. അമ്മയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരു പുരുഷോത്തമൻ, എക്സ് മിലിറ്ററി, പരമയോഗ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. 3 സന്തതികളുണ്ട്. അവരെല്ലാം അന്യനാട്ടിൽ കുടുംബസമേതം സുഖമായി കഴിയുന്നു. പട്ടാളം പുരുഷോത്തമൻ ഒറ്റത്തടിയായി കുടുംബ വീട്ടിലേക്ക് പോന്നു. അത്രേ ഉള്ളൂ? ഇല്ല, തീർന്നില്ല. ഒരു ഗുരുവായൂർ ഏകാദശിക്ക് 4 നൂറ്റാണ്ടിന് ശേഷം പഴയ സഹപാഠികൾ തമ്മിൽ പരിചയം പുതുക്കുന്നു. രണ്ടുപേരും മാവേലിക്കരയിലാണല്ലോ. അതുകൊണ്ട് പുതുക്കിയ പരിചയം വീണ്ടും വീണ്ടും മിനുക്കുന്നു. തമ്മി കാണുമ്പോ ഇരുവർക്കും മനസുഖം. കുട്ടി ആരെപ്പറ്റി എങ്ങനെയൊക്കെ? തന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? സാക്ഷാൽ അംബിക. അമ്മ കുറെ പറഞ്ഞു, ബാക്കി ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അമ്മ നിഷേധിച്ചില്ല. സ്വന്തം മാതാവിനെ കുറിച്ച് ആരെങ്കിലും ദൂഷണം പറയൂ ആന്റി? ആ, മോൻ നഴ്സറി പോകുന്നുണ്ടോ? പിന്നെ പുരുഷോത്തമന് മോനെ വലിയ ഇഷ്ടാ. എന്നാലും എനിക്കെന്തോ ഒരു പാവ സാറ്. സാറേ, എന്റെ അമ്മ അനുഭവിച്ച ഏകാന്തതയും വേദനയും എത്ര ഭീകരം. വർഷങ്ങളായി ഏതോ ഇരുണ്ട ഗുഹയിൽ അനുഷ്ഠിച്ച തപസ്സല്ലേ അത്. അമ്മയുടെ മുഖമൊന്ന് തെളിയുന്നത്, ആ പാവൊന്ന് ചിരിക്കുന്നത് കാണാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. ആടിക്കാരൊഴിഞ്ഞ ആകാശം പോലെയുണ്ട് ഇപ്പൊ ആ മുഖം. മോനും കൂടി ആയപ്പോ ഒരു പുതുജീവൻ കിട്ടിയ പോലെയായി. ഇതൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണുന്നത് നല്ലത് തന്നെ. ശിവൻ എന്തു പറയുന്നു? ഒന്നും പറഞ്ഞില്ല. കാരണം വക്കീല് കുടുംബത്തിൽ വന്നിട്ട് കുറച്ചുനാളായി. ഫോണിലും കിട്ടാറില്ല. വലിയ തിരക്കിലായിരിക്കും. അത് ശരിയാവില്ലല്ലോ. ശരിയും തെറ്റും ആരാ സാറേ നിശ്ചയിക്കുക? ഒരു കാര്യം നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്നു, എന്നാൽ അത് തെറ്റാണെന്ന് വിധിക്കുന്ന മറ്റൊരു ശരിയുണ്ടാവും. ജീവിതം അവസാനിക്കുന്ന കാലത്താവും നാം ജീവിച്ച ജീവിതം ശരിയായില്ല എന്ന തോന്നലുണ്ടാവുക. അതെ കുട്ടി, കറുപ്പും വെളുപ്പും കാണുന്നവന്റെ കണ്ണടയെ ആശ്രയിച്ചിരിക്കും. എങ്കിലും ശിവൻ ഇങ്ങനെ കുഞ്ഞിനെ പോലും കാണാൻ താല്പര്യമില്ലാതെ? പക്ഷേ ഞാൻ ശിവനെ കണ്ടു. ഹൈക്കോടതിയിൽ ചെന്ന് കണ്ടുപോയതാ. അയാളുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. 1 മിസ് താരാ ശേഖർ. ചെറുപ്പമാണ്, ജൂനിയറാണെന്ന് പറഞ്ഞു. എന്നിട്ട് ക്യാൻറ്റീനിൽ വെച്ചാ കണ്ടത്. ഞാൻ ചായ കുടിച്ചതിന് ശേഷം കേസ് വിസ്താരം കേൾക്കാൻ പോയി. അതിനാണ് ഞാൻ അവിടെ ചെന്നതും. പിന്നെ ശിവന്റെ വീട്ടിൽ ചെന്ന് കണ്ടു. എന്നിട്ട് അവിടെ അയാൾക്ക് വിവാഹാലോചന തകൃതിയായി നടക്കുന്നു. എന്ത്? അവനെങ്ങനെ വിടാൻ പറ്റില്ല? ഇല്ല സർ, ഞങ്ങള് തമ്മിൽ
അങ്ങനൊരു കെട്ടുപാടൊന്നും ഇല്ലല്ലോ. അല്ല അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, പറയേയില്ല. അവരിത് അറിയണ്ടേ? എന്തിന്? മനസ്സിൽ ഒതുങ്ങാത്തോണ്ടൊന്നും അല്ല സാറേ ഞാൻ ഇതിവിടെ വന്ന് പറഞ്ഞത്. രസമുള്ള കാര്യങ്ങൾ ഒരാളിനോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്ത് രസം. എന്നാൽ അത് ഗുരുത്വത്തോടെ ആകാന്ന് വെച്ച് ഇങ്ങോട്ട് പോന്നു. ഇനി ആരോടും പറയില്ല. ആ, ഒരു കാര്യം എനിക്കിപ്പോ ബോധ്യായി. ഏത് കാര്യത്തിനും ഒരു സാക്ഷി വേണം. മുമ്പ് മാലിനി സാക്ഷിയിൽ വിശ്വസിച്ചിരുന്നില്ല. സാറെന്താ ചിന്തിക്കുന്നേ? എന്റെ ചിന്തയ്ക്ക് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കുട്ടി. ഛേ, മോശം. നോക്കൂ, ഇപ്പൊ എന്റെ അമ്മ ഹാപ്പിയാണ്, പുരുഷോത്തമനും സുവും സന്തുഷ്ടരാണ്, ശിവന് ഹാപ്പിയാണ്, എന്നോട് ബന്ധപ്പെട്ട എല്ലാരും ഹാപ്പിയാണ്. സോ മാലിനി ടു. ആ, സമയം ഒത്തിരിയായി, ഇനിയും വരാം. പോയിട്ട് വരട്ടെ. പാവം കുട്ടി. ഒരാശ്വാസം തേടി വന്നതാണ്. പക്ഷേ എത്രയോ നിസ്സഹായരാണ് നമ്മളൊക്കെ. ഇത്ര നേരത്തെ പോണോ? മണി 3 കഴിഞ്ഞു. അവനറിയണ്ട. ഓക്കെ. പോട്ടെ അമ്മേ. വരൂ. യു വെൽക്കം. ദോ യു ലേറ്റ്. ഇരിക്കണം. ഞാൻ പ്രോഗ്രാം തെറ്റിച്ച് ഇന്നലെ വന്നു. ദാ യാത്ര പുറപ്പെടുകയായി. ഇരിക്കൂ. ഇത് മോന് വേണ്ടി വാങ്ങിയതാ. മോൻ ഉറക്കായി. അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അപ്പോ ഞാൻ എന്താ വിളിക്കണ്ടേ? ചിറ്റപ്പനെന്നോ കൊച്ചച്ചനെന്നോ? അങ്കിൾ എന്ന് വിളിക്കാം, അതാണല്ലോ സൗകര്യം, അല്ലേ അങ്കിൾ? അങ്കിൾ, എന്റെ അമ്മ. നൗ ഷീ ഈസ് എൻജോയിങ് ലൈഫ്. എത്രയോ കാലം ഫ്രീസറിൽ വെച്ചിരുന്ന ജീവിതമാണിത്. ദാ ഇത്തിരി നേരം കൊണ്ട് അത് എത്ര ഊഷ്മളമായി. അങ്കിൾ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു താങ്കളെ. ഇന്നോ ഇന്നലെയോ മുതലോ അല്ല, 4 നൂറ്റാണ്ടിലേറെയായി ഞാൻ കാത്തിരിക്കുന്നു. ഈ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി കിടന്ന നാൾ മുതൽ. അങ്കിൾ, give her a life that was lost. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അങ്കിൾ, see you. ആഹാ. ഹായ് ആന്റി. അല്ല, മാലിനി ഒരു യാത്ര കഴിഞ്ഞു വരുന്ന മട്ടുണ്ടല്ലോ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരിക, സാക്ഷാൽ ഗുരുവായൂരിന്ന്. ഇപ്പൊ ഭക്തിമാർഗത്തിലായോ? ഏയ്, രാവിലെ ഗുരുവായൂരെത്തി ഉണ്ണിക്കണ്ണൻ സാക്ഷിയായി എന്റെ അമ്മ അംബികാദേവിയെ ശ്രീമാൻ പുരുഷോത്തമന്റെ തൃക്കൈയിൽ ഏൽപ്പിച്ചു. ആ, ഒരു വിറ്റ്നസ്സായി സുവു ഉണ്ടായിരുന്നു കേട്ടോ.
എന്നിട്ട് നല്ലൊരു സദ്യയുണ്ട്, നവദമ്പതികൾക്ക് എല്ലാ മംഗളങ്ങളും നേർന്ന് ഞാനിങ്ങ് പോന്നു. അപ്പൊ ഇനി ഇനിയെന്താ, എല്ലാം ക്ലീൻ ക്ലീൻ. അമ്മയുടെ 4 നൂറ്റാണ്ട് നീണ്ടു നിന്ന ഏകാന്ത തടവ് അവസാനിച്ചു. ദേവസ്വ രജിസ്റ്ററിൽ ഒപ്പിട്ട് അമ്മ ജീവിതം ഭദ്രമാക്കി. അപ്പോ മാലിനി? ഞാൻ ഫ്രീ, അബ്സല്യൂട്ട്ലി ഫ്രീ. കഥയും വാർത്തയും തേടി സാലപഞ്ചികയായി അങ്ങനെ പറന്ന് പറന്ന് നടക്കും. മോൾക്കും വേണ്ട ഒരു സുരക്ഷിതത്വം. വിവാഹവും കുടുംബമൊക്കെ സമൂഹം ഉണ്ടാക്കി വെച്ച ചങ്ങലകളല്ല. കുടുംബസങ്കല്പം തകർന്നാൽ സമൂഹം തകരും. മാലിനിക്കെല്ലാം അറിയാലോ. അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഐ ആം ഹെൽപ്ലെസ്. തിരിഞ്ഞു നോക്കാനോ തിരിഞ്ഞു നടക്കാനോ കഴിയാത്തൊരു ജീവി. ഓക്കെ, എന്റെ വഴി എന്നെയും കാത്തു കിടക്കുന്നു. വന്നതുപോലെ ഇറങ്ങിപ്പോയി വൻകടൽ, ഊഴി ഉറങ്ങിപ്പോയി.